ഒരാളെ കൂടെ ഡേറ്റ് ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് മറ്റു രീതിയിലാണ്, സെക്സ് ആ രീതിയിലാണ്. അതല്ല ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോഫി ഡേറ്റ് ഉണ്ട്, നമുക്ക് ചുമ്മാ കറങ്ങാൻ വേണ്ടി പോവാം, മൂവി ഡേറ്റ് ഉണ്ട്. അപ്പൊ എല്ലാം ഡേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം അതിലേക്കാണ് ആൾക്കാർ പോയിന്റ് ആയിട്ട് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. പൊതുവെ മലയാളികൾക്ക് അപ്പൊ നമ്മുടെ ജാസിക്കുട്ടൻ ആ ഒരു ഡേറ്റിങ്ങിന് നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുത്ത് വന്നിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാം മണ്ടന്മാരും പൊട്ടന്മാരുമാണെന്നാണ് ജാസിക്കുട്ടൻ പറയുന്നത്. ഈ സാരി ഉടുത്ത് വന്നത് കൊണ്ട് പെണ്ണല്ലല്ലോ, ഇപ്പോഴും ആണ് തന്നെയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ജാസിക്കുട്ടൻ എന്ന് തന്നെ പറയുന്നത് കേട്ടോ. കാരണം സർജറി കഴിഞ്ഞില്ലല്ലോ. അതൊക്കെ പോട്ടെ. അപ്പം ജാസിക്കുട്ടൻ എന്താണ് പറഞ്ഞത്, ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല, നമ്മളാരും സങ്കല്പിക്കുന്ന പോലെയല്ല. ഒന്ന് ചായ കുടിക്കാൻ പോകുന്നതിലോ ഒന്ന് കോഫി കുടിക്കാൻ പോകുന്നതിനോ ഒന്ന് സിനിമ കാണാൻ പോകുന്നതിനൊക്കെ അങ്ങനെയൊക്കെ ഡേറ്റിംഗ് ഉണ്ട്. എന്താ ഫിലിം ഡേറ്റ്, കോഫി ഡേറ്റ്, ടീ ഡേറ്റ്, ഇനി അങ്ങനെ പല 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 ഡേറ്റ് ഇവരെ പോലെയുള്ള ആൾക്കാർ ഇറക്കുമതി ചെയ്യും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മലയാളികൾ, നമ്മൾ കേരളീയർ അങ്ങ് സപ്പോർട്ട് ചെയ്യണം എന്നാണ്. നെഗറ്റീവായിട്ട് കാണരുത്, പോസിറ്റീവായിട്ട് കാണണമെന്നാണ് ജാസി പറയുന്നത്. അപ്പോൾ അതിന് രേണുസുതി കൊടുക്കുന്ന ആ ഒരു മറുപടി നമുക്കതും കൂടെ കാണാം. നിങ്ങൾക്ക് എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീറ്റ് ചെയ്യണോ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണോ, ഷേക്ക് കുടിക്കണോ, ഒന്ന് ഡ്രൈവിന് പോകണോ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണോ, ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവിൽ, നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടില്ല, അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവിച്ചെന്നാണ്. അപ്പം നമ്മുടെ ജാസി പറഞ്ഞ ആ പോയ റൂട്ട് എങ്ങോട്ടാണെന്ന് മനസ്സിലായല്ലോ. ആ UK കാരൻ പറഞ്ഞ ആ ഒരു മീറ്റപ്പ് തന്നെയാണ് ജാസി പറഞ്ഞ ഈ ഡേറ്റിങ്ങും. അതായത് ഒന്ന് മീറ്റപ്പ് ചെയ്യാനായിട്ട് ചോദിക്കുന്നത് തെറ്റല്ലല്ലോ. അതൊരു കോഫി കുടിക്കാനാകാം, ഒരു ചായ കുടിക്കാനാകാം, അല്ലെന്നുണ്ടെങ്കിൽ സിനിമ കാണാനാവാം. അപ്പോൾ എന്താണ്, ജാസി ഇവിടെ രേണുസുതിയെ വെളുപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ജാസിയോട് അതൊക്കെ വളരെ സിമ്പിളാണ്, അതിനെയൊന്നും തെറ്റായിട്ട് കാണണ്ട, ഈ സെക്സ് പരമായിട്ട് ഉള്ള കാര്യമല്ല ഈ ഡേറ്റിങ് എന്നൊക്കെ പറയുന്ന ജാസിയോടൊരു കാര്യം പറയട്ടെ. ഇത് കേരളമാണ്. കേരളത്തിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്. ആ ഒരു സംസ്കാരത്തിലാണ് ഇന്ന് പല കുടുംബത്തിലെയും കുട്ടികൾ വളർന്നു വരുന്നത്, ജീവിക്കുന്നത്. പിന്നെ ഈ സംസ്കാരമൊന്നും ബാധിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതായത് ഈ ജാസിയെ പോലെയും രേണുസുതിയെ പോലെയുള്ള കുറച്ച് ആൾക്കാർ ഈ കേരളത്തിൻ്റെ സംസ്കാരമൊന്നും തന്നെ ബാധിക്കത്തില്ല എന്നും പറഞ്ഞ് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് മൊത്തം അങ്ങ് തെറ്റല്ല, കുഴപ്പമല്ല, കേരളത്തിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, തെറ്റല്ല എന്ന് പറഞ്ഞ് മാത്രം ഇങ്ങോട്ട് വരരുത്. കാരണം ഒരാൾ ഡേറ്റിംഗ് ചോദിക്കുന്നു, ഈ സാധാരണ ഒരു പെൺകുട്ടിയുടെ അടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് ഒന്ന് കോഫി കുടിക്കാൻ വരുമോ എന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ പറഞ്ഞ ഒരു സ്ത്രീകളും പോകത്തില്ല. അറിയാൻ വയ്യാത്ത ഒരാളോടൊപ്പം ഒരു കാരണവശാലും ഒരു കോഫി ഷോപ്പിൽ പോയി കോഫി കുടിക്കാൻ പോകത്തില്ല. പിന്നെ സിനിമ കാണാനും തിയേറ്ററിൽ പോകത്തില്ല. അറിയാൻ വയ്യാത്ത ഒരാളുടെ കൂടെ ആരെങ്കിലും സിനിമ കാണാൻ പോകുമോ? ഞങ്ങളാരും പോകത്തില്ല. സ്ത്രീകളായിട്ടുള്ള എല്ലാവരും നല്ല പറഞ്ഞു കേട്ടോ. ജാസിയെ പോലെയും ഈ രേണുസുതിയെ പോലെയും ഉള്ള ആൾക്കാർ പോകും. അതിനർത്ഥമാണല്ലോ നിങ്ങൾ മീറ്റപ്പിന് ഡേറ്റ് ഫിക്സ് ചെയ്തതും മീറ്റപ്പും ഡേറ്റിങ്ങും ഒക്കെ തെറ്റല്ല എന്നൊക്കെ നിങ്ങൾ ഈ വാദിക്കുന്നതിൻ്റെ അർത്ഥം അതാണല്ലോ. അപ്പം ഈ സാധാരണ ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ തെറ്റാണെന്ന് ചിന്തിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുലസ്ത്രീ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല. നല്ല കുടുംബത്തിൽ പിറന്ന വീട്ടിലെ കുട്ടികളും ഒരു സ്ത്രീകളും അഭിമാനം, അന്തസ്സ് എന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളും അറിയാൻ വയ്യാത്ത ഒരുത്തനോടൊപ്പം ഒരു കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ തിയേറ്ററിലോ ഒരിടത്തും പോകത്തില്ല. ഒരിടത്തും അറിയാൻ വയ്യാത്ത ഒരാൾ ഒന്ന് വിളിച്ച് എനിക്കൊരു കോഫി കുടിക്കാൻ എൻ്റെ കൂടെ ഒന്ന് കമ്പനിക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഒരാളും പോകത്തില്ല. ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല, ഇത് കേരളമാണ്. ഈ കേരളം എത്ര മാറിയെന്ന് പറഞ്ഞാലും, എത്ര വികസിപ്പിച്ചു എന്ന് പറഞ്ഞാലും, എത്ര വികസനം ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും ഈ കേരളത്തിൻ്റെതായ കുറച്ച് സംസ്കാരങ്ങളുണ്ട്. അതിന് അത്ര വലിയ പെട്ടെന്നൊന്നും മാറ്റം വരുത്തില്ല. ഇപ്പം ഇത്രയധികം കേരളം പുരോഗമിച്ചിട്ടും മോഡേണായിട്ടും അങ്ങനെ പല രീതിയിൽ വന്നിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല കുടുംബത്തിലും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് നടക്കുന്ന. പല പെൺകുട്ടികളും പല സ്ത്രീകളും അതൊരു തെറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നോടിപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ കൂടെ നിന്ന് കോഫി ഷോപ്പിൽ വരുമോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് സിനിമ കാണാൻ വരുമോ? പോട തെണ്ടിന്ന് തന്നെ പറയും, പോകത്തില്ല. പക്ഷേ ഈ ജാസിയൊക്കെ ആണെങ്കിൽ പോകും, കാരണം കാശ് കിട്ടും. നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് എത്ര രൂപ തരും എന്നാണ്. അപ്പോൾ അതിന് ഞങ്ങൾ പറയുന്ന പേര് വേറെയാണ്. ഇപ്പം അത് ഇംഗ്ലീഷിൽ പുതുക്കി ഈ ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പറയുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് വേറെ വാക്കുകളാണ്. അപ്പം ഞാൻ എന്തായാലും അത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചിലപ്പോൾ കുട്ടികളൊക്കെ കണ്ടുപോകും. അപ്പോൾ അതിനെ ഒരു നല്ല പ്രവണതയായിട്ട് ഒരു സ്ത്രീകളും ഒരു പുരുഷനും
ചിന്തിക്കത്തില്ല. അതിനെയൊക്കെ ഞങ്ങളൊക്കെ തെറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ജാസിയെ പോലെ, ജാസിക്കൊക്കെ ഇപ്പം ഇത്രയും നാളും പുരുഷനായിട്ട് ജീവിച്ചിട്ട് ദേ ഇപ്പം സാരിയും കൊടുത്ത് ചുരിദാറും ഇട്ട് വേറൊരുത്തനുമായിട്ട് കല്യാണവും കഴിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്ന നിങ്ങൾക്ക് എന്ത് സംസ്കാരമാണുള്ളത്? എന്ത് അർഹതയാണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്? പിന്നെ രേണുസുതി ഈ സോഷ്യൽ മീഡിയയിൽ പണത്തിന് വേണ്ടിയിട്ട് ശരീരം കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നു എന്നാണ് നമ്മൾ പല വീഡിയോയിലും നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാണിച്ച് ജീവിക്കുന്ന ഒരാൾക്കും ഇത് വലിയ കുഴപ്പമായിരിക്കത്തില്ല. കാരണം അവർ തന്നെ പറഞ്ഞു, ഇനി എൻ്റെ മണ്ടയ്ക്കോട്ട് ആരും പൊങ്കാലിടാൻ വരണ്ട. അവർ തന്നെ പറഞ്ഞു, അവരോട് അവരുടെ കൂടെ നടക്കുന്ന യൂട്യൂബർ ചോദിച്ചപ്പോൾ പറഞ്ഞു, മീറ്റപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ കാണാം, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവ മീറ്റപ്പ് എന്ന് പറയുമ്പം അതൊരു കോഫി കുടിക്കാനാവാം, ഒരു സിനിമ കാണാനാവാം എന്നൊക്കെ രേണുസുതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ UK എന്നൊരുത്തം വരികയാണ് രേണുസുതിയോടൊപ്പം കോഫി കുടിക്കാനും ഒരു സിനിമ കാണാനും ഒക്കെ. അപ്പം നമ്മൾ മലയാളികളൊക്കെ അങ്ങ് പൊട്ടന്മാരാണ്. നമ്മുടെ ബാലണ്ണൻ പറയുന്ന പോലെ ഞങ്ങളെന്താ പൊട്ടനാ എന്ന് ചോദിക്കണം എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഈ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ആർട്ടിസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് AI ആണ്. അപ്പോൾ ഏത് വിധേനയും പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ആയിക്കോട്ടെ, ഈ തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കാനായിട്ട് ഒരു മനസ്സുണ്ടാവണം, ചങ്കൂറ്റം ഉണ്ടാവണം. ഇതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ഉരുളേണ്ടി വരുന്നത്. അപ്പോൾ ഈ തെറ്റ് ചെയ്യുകയും വേണം, എല്ലാവരുടെ മുന്നിൽ നല്ല പിള്ളയായിട്ട് ഇരിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അങ്ങ് സമ്മതിച്ചേക്കണം. ആ ചാറ്റ് നിങ്ങളുടെ ആണെന്ന് വളരെ വ്യക്തമാണ്, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാണ്. പിന്നെ പലരും ക്രോപ്പ് ചെയ്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ആരാണ് ചാറ്റ് ചെയ്തതെന്നും ആരാന്നൊക്കെ നമുക്കൊക്കെ വ്യക്തമാണ്, നമ്മുടെ കയ്യിലൊക്കെ കിട്ടിയ സംഭവങ്ങളാണ്. അപ്പം നമുക്കൊക്കെ അത് വ്യക്തമാണ്. ഒരിക്കലും നമ്മളത് മീറ്റപ്പ് അല്ലെങ്കിൽ ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പരിഷ്കരിച്ചിട്ട് അതിനെ ഒരു നല്ല സംഭവമായിട്ട് കാണാനൊന്നും നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല. ഈ മീറ്റപ്പും ഈ ഡേറ്റിങ്ങും ഒക്കെ അത്ര നല്ലതായിട്ട്, അതും അറിയാൻ വയ്യാത്ത ഒരാളോടൊപ്പം അത്ര നല്ല സംഭവമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ഒരാളോട് പൈസ പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് ഒരു കോഫി ഷോപ്പിൽ പോയി കോഫി കുടിക്കുന്നതും ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും ഒക്കെ എന്ത് മീറ്റപ്പാണെന്നും എന്ത് ഡേറ്റിംഗ് ആണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള അത്യാവശ്യം വിവരമൊക്കെ ഇന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അപ്പം ഈ വീണെടുത്ത് കിടന്നങ്ങ് ഉരുളല്ലേ. പിന്നെ ജാസി മോനെ, നീ ഒരുപാട് അങ്ങ് വെളുപ്പിക്കാനായിട്ട് നോക്കരുതേ. ഒരുപാടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെളുപ്പീരും കൊണ്ട് ഈ കേരളത്തിൽ ജനങ്ങളെ മൊത്തത്തിൽ അങ്ങ് മണ്ടന്മാരാക്കാമെന്ന് നീ വിചാരിക്കരുതേ. ഏറ്റവും കൂടുതൽ ഇവരെയൊക്കെ നമ്മൾ ജാസി നാൾ ചോദിച്ചു, എന്നെ എന്തിനിങ്ങനെ ക്രൂശിക്കുന്നു, എന്നെ എന്തിന് ഈ മീഡിയക്കാരുടെ മുന്നിൽ മാറിയിരുന്ന് ഈ വക കോപ്രായങ്ങൾ പറയുകയും ഈ കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് പേര് നിങ്ങളെയൊക്കെ വിമർശിക്കുന്നത്. അതുപോലെ തന്നെ രേണുസുതി കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നല്ലോ, വലിയ പ്രശ്നങ്ങൾ അവരുടെ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്, അതിന് ഒരു തെറ്റുമില്ല, അത് അവരുടെ അവകാശമാണ്. ഈ കുറേ ആൾക്കാരുമായിട്ട് വളഞ്ഞു നിന്ന് ഈ ചോദിക്കാൻ പാടില്ലാത്ത കുറേ ചോദ്യങ്ങൾ ഇവന്മാർ ചോദിക്കുകയും അതിനുള്ള മറുപടി കൊടുക്കുകയും ആവക കുറച്ച് കോപ്രായങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ആൾക്കാർ വിമർശിക്കും. അതിന് കടന്ന് എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഞാനൊരു വിധവയല്ലേ, ഞാനൊരു സ്ത്രീയല്ലേ, പുരുഷനല്ലേ എന്നൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ മാറിയും കയറിയും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഈ കുറച്ച് 2-3 ദിവസം ആ ഫേസ്ബുക്ക് അക്കൗണ്ടിന് എന്തോ പ്രശ്നം വന്നത് കൊണ്ട് കുറച്ച് ദിവസം ഒന്ന് സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ദേ പൊടിയും തട്ടി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കാണാം. നല്ല കാര്യമല്ലേ, എനിക്കിഷ്ടമാണ് അങ്ങനെ കേൾക്കുന്നത്. ഞാൻ പ്രണയം എന്ന് പറഞ്ഞാൽ അതുല്യമായിട്ടുള്ളൊരു പവിത്രമായിട്ടുള്ളൊരു വികാരമാണ്. സോ നമുക്ക് അങ്ങനെ കേൾക്കുന്നത് ഇഷ്ടമാണ്. പ്രണയരോഗി എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ചാരുന്ന സംസാരിക്കും. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഈ പ്രണയം പവിത്രമാണ്, സത്യമാണ്, പ്രണയം പവിത്രമാണ്, അതിനൊക്കെ ഒരുപാട് വാക്കുകളുണ്ട് സാഹിത്യത്തിൽ. പക്ഷേ ഈ പ്രണയ രോഗി എന്നൊക്കെ പറയുമ്പം അത് വേറെ തലത്തിലേക്കാണ് പോകുന്നത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അല്ലെ ആ പൊട്ടന്മാർ അതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ശരിക്കും ഇവരെ വെച്ച് കാശുണ്ടാക്കുകയാണ്. ഇവരോട് ഓരോ കൊനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇവർ വിവരക്കേട് കൊണ്ട് ഇതുപോലെ ഓരോ വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഇമേജ് തകരുന്നത് ഇവരുടെയാണ്. ഇത് ഇവർ മനസ്സിലാക്കുന്നില്ല. കുറച്ച് ദിവസം ഒരു ഒതുക്കം ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നിക്കർ ഇടാറില്ല, അങ്ങനെ ഒരു പേരിലായിരുന്നു. നിക്കർ ഇടാറില്ല, അല്ല നിക്കർ എന്ന് പറഞ്ഞൊരു പേരുണ്ടായില്ലേ, അതൊന്നും പ്രശ്നമല്ലല്ലേ? എനിക്കെന്താ പ്രശ്നം? ഇനിയിപ്പം എന്നാ വിളിച്ചാലും നോ പ്രോബ്ലം. എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? നിക്കറിടാനുണ്ടോ, നിക്കറിടാനില്ലേ എന്നൊക്കെ. നാണവും മാനവും ഉളുപ്പും ഉണ്ടോ? അതിന് മറുപടി കൊടുക്കാൻ അവരും. ആ നിക്കർ വിധവ എന്നുള്ളൊരു പേര് ആരോ കൊടുത്തല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവന്മാർ ചോദിച്ചത്. പക്ഷേ ഇവർ ചോദിച്ചതൊക്കെ വേറൊരർത്ഥത്തിലാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ ഈ വിവരം കെട്ട സ്ത്രീ അതിനും മറുപടി കൊടുക്കുകയാണ്.
എനിക്കതൊന്നും പ്രശ്നമല്ല, ഞാൻ നിക്കറിടാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സത്യം പറഞ്ഞാലും നമുക്ക് സഹതാപമാണോ പുച്ഛമാണോ ഈ വെറുപ്പാണോ എന്താണ് ഇവരോട് തോന്നുന്നത്? ആ ഒരു വികാരമൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. കാരണം മനഃപൂർവ്വം ഇവർ കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നുണ്ട് കേട്ടോ, ഡൗൺ ആയി, അതായത് അവസരങ്ങളൊക്കെ കുറഞ്ഞു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഏതോ ഒരു സിനിമയുടെ എന്ന് പറയുന്നു, പൂജയ്ക്ക് എന്തോ വന്നതാണ്, മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് വന്നത്, മാന്യമായിട്ടുള്ള ഡ്രസ്സാണ്, നല്ല ഡ്രസ്സാണ്, ഇതിനൊക്കെ നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം. പക്ഷേ ഇവർ മാറ്റേണ്ട ഒരു കാര്യം, ഈ 10-15 യൂട്യൂബർമാരുമായിട്ട് വരികയും അവർ ചോദിക്കുന്ന ഇതുപോലെയുള്ള കൊനിഷ്ഠ വൃത്തികെട്ട ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാതിരിക്കുകയും കൂടെ ചെയ്താൽ ഇവർക്ക് വലിയ ശത്രുക്കളില്ലാതെ മുന്നോട്ട് പോകാം. പക്ഷേ ഇത് നടക്കില്ല. കാരണം അവർക്ക് എവിടെ പോയാലും, ഇനി പറയുന്നില്ല, അവർക്ക് എവിടെ പോയാലും ഈ യൂട്യൂബർമാർ വേണം. ഇവരാണ് കൂടുതലായിട്ടും നെഗറ്റീവ് ഇമേജ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് പേര് മൊത്തം യൂട്യൂബേഴ്സിനാണ്, തെരുവിളി മൊത്തം യൂട്യൂബേഴ്സിനാണ്. ഇതൊക്കെ കണ്ടാൽ പറയുന്നതാണ് കുറ്റം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയങ്ങൾ. അപ്പം രേണു സുധിയെ വിളിപ്പിക്കാമെന്ന ജാസിക്കുട്ടനും. അപ്പോൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.